അവരെ നിങ്ങൾ നേടിയെടുക്കണം എന്ന്. അത് കഴിയുമ്പോൾ കൊച്ചു പിള്ളേർ ഇങ്ങോട്ടും പറയണം വീട്ടിൽ ആരൊക്കെ ഉണ്ട് കേട്ടോ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങണം. മാനവികതയുടെ പതാക ഇവിടെ പറന്നു പാറട്ടെ. മനുഷ്യത്വം, മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഇവിടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനോഭാവം. ഓരോ കുട്ടിയെയും ഓരോ രക്ഷിതാവും മാതാവും പിതാവും ദയാപുരത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ പഠനത്തിൻ്റെ രീതി, പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി വീട്ടിലും അവരുള്ള പെരുമാറ്റത്തിലുമൊക്കെ അവർക്ക് മാർഗദർശകമായി എന്ന രീതിയിൽ നിർവഹിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് സംസാരിച്ചത്. അവരുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പട്ടിണി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ പുണ്യം ചെയ്തവരാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അനിവാര്യതയാണ്. അവിടെ ഒരു കുട്ടി പറയുന്നത് കേട്ടു, ഫാസ് ഒരു അമ്മ ഇങ്ങനെ ഇരുന്ന് പറയായിരുന്നു, അവരങ്ങനെ സംസാരിക്കുന്നില്ലേ, എപ്പോഴും ഫോണിലല്ലേ. അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, എനിക്ക് ഈ ഫോണിൽ തൊണ്ടെന്ന് അത്ര ഇഷ്ടമല്ല, ഞാൻ എപ്പോഴും അവങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്, എനിക്ക് ഈ ഫോണിൽ തോന്നുന്ന അത്ര ഇഷ്ടമല്ല, ഞാൻ കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ സ്പോണ്ടേനിറ്റി അവൻ്റെ സംസാരത്തിലും അവരുടെ ഇൻട്രാക്ഷനിലും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്, ഓരോ ആളുകളും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഇവരിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് നമുക്കും പഠിക്കാനുണ്ട്, നമ്മളിൽ നിന്ന് കുട്ടികൾക്കും പഠിക്കാനുണ്ട്. ഗ്രാൻഡ് പാരൻസിന് അവരോടൊന്ന് അവർക്ക് വേണ്ടത് സൗകര്യങ്ങളോ മക്കൾ കൊടുത്തയക്കുന്ന സമ്പാദ്യമോ ക്യാഷോ മറ്റ് സൗകര്യങ്ങളോ വസ്ത്രങ്ങളോ ഭക്ഷണമോ അല്ല. അവർക്ക് ഏറ്റവും വേണ്ടത് എന്താ? സമയമാണ്. മക്കളുടെ സമയം. ഒന്ന് അടുത്ത് വന്നിരിക്കാനും ഒന്ന് തൊട്ട് തലോടി സംസാരിക്കാനും ഈ സമയം ഇന്ന് ആർക്കുമില്ല. പകരം എല്ലാം പണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ജീവിതം.